ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉറി മേഖലയിൽ നുഴഞ്ഞുകയറാനുള്ള ഭീകരരുടെ ശ്രമം സൈന്യം തകർത്തു. എന്നാൽ വീണ്ടും അക്രമം അവിടെ നടക്കുന്നതായി സൂചന വരുന്നു. വി ദിലീപ് കുമാർ വീണ്ടും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ ചേരുകയാണ്. വിനീത ഡൽഹിയിൽ നിന്ന് ചേരും കൂടുതൽ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി. വിനീത, എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? ഉറിയിലും അനന്തനാഗിലും എന്തെങ്കിലും വേറെ വിശേഷങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇന്നലെ ഈ ഉച്ചയോടുകൂടി ഉണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ അനന്തനാഗിലും ഒപ്പം തന്നെ ബാരമുള്ളയിലും നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായിരിക്കുകയാണ്. ഭീകരരുടെ പ്രകോപന ശ്രമം തന്നെയാണ് ഈ ഇരു മേഖലകളിലും ഉണ്ടായത്. ഇതിനെതിരെ ഓപ്പറേഷൻ ടിക്ക എന്ന ഒരു പുതിയ ഓപ്പറേഷനുമായി സൈന്യം രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ ടിക്കയുടെ ഭാഗമായി ബാരമുള്ളയിലുണ്ടായ ഏറ്റുമുട്ടലിൽ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ആ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. ഒപ്പം തന്നെ സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൈന്യം തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. ഉറിയിലും സമാനമായിട്ടുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായിരുന്നു. 3 ഭീകരർ ആ മേഖലയിലെത്തി നുഴഞ്ഞുകയറാൻ ശ്രമം നടത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ നുഴഞ്ഞുകയറ്റ ശ്രമവും ഭീകരർ ഉറി മേഖലയിലും തടഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഭീകരരും സൈന്യവും തമ്മിൽ അവിടെയും വെടിവെപ്പുണ്ടായതായാണ് നമുക്ക് ഇപ്പോൾ വിവരം ലഭ്യമായിരിക്കുന്നത്. ഇതിനെതിരെ ഈ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം അടിച്ചമർത്തുന്നതിനെതിരെ ഓപ്പറേഷൻ ടിക്ക എന്നൊരു ഓപ്പറേഷൻ കൂടി ഇപ്പോൾ സൈന്യം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ആദ്യ നടപടി എന്ന തലത്തിലാണ് 2 ഭീകരരെ സൈന്യം ഇപ്പോൾ ബാരമുള്ളയിൽ വധിച്ചത്.